ഹലോ! അങ്ങനെ പത്തരം മാറ്റി പുതിയ പ്രൊമോയില് നമ്മുടെ ആദർശ് പുതിയ വേഷമൊക്കെ കെട്ടി ഇറങ്ങുകയാണ്. ആ ഒരു എയിൻ ജ്വല്ലറിയുമായിട്ട് നടന്ന ആ ഒരു തട്ടിപ്പ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ പഞ്ചാബി വേഷമൊക്കെ കെട്ടി മുടിയിലൊക്കെ അങ്ങനെയൊക്കെ കെട്ടി ആദർശ് എയിൻ ജ്വല്ലറിയുടെ ആ ഒരു മാനേജറായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചോർത്തി കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. ഇങ്ങനെയൊക്കെ വേഷം മാറിയാൽ പോലും ആദർശിനെ മനസ്സിലാകുന്നില്ലെന്നാണോ? ഈ ആദർശുമായിട്ടാണ് ഈ എയിൻ ജ്വല്ലറി മെയിൻ മത്സരം നടക്കുന്നത് തന്നെ. അപ്പൊ ആദർശിന് ഈ ഒരു വേഷമാറ്റത്തിൽ കണ്ടാലും മനസ്സിലാകാത്തത്ര പൊട്ടന്മാരാണോ എൻ ജ്വല്ലറിക്കാര്? എനിക്കറിയില്ല. എന്തായാലും അപ്പുറത്താണെങ്കില് നമ്മുടെ അനി ആ ഒരു സങ്കടത്തോടു കൂടി നമ്മുടെ ആദർശേട്ടന്റെ സീറ്റിലിരിക്കയാണ്. അപ്പൊ നമ്മുടെ ജയനാണ് കൊണ്ടുവന്ന് ഇരുത്തുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ അനിയുടെ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ അത്രയ്ക്കും സന്തോഷവാനല്ല. കാരണം ആദർശിന്റെ സീറ്റിലാണല്ലോ നമ്മുടെ അനി ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സീറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയാണെങ്കിലോ നമ്മുടെ അഭിയും നവിയും എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ബാക്കി എന്തായിരിക്കും കഥയെന്ന് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.